بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين بسم الله الرحمن الرحيم وآتوا الزكاة വിശുദ്ധ റമളാൻ വിട പറയുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഖതീബുമാർ അസ്സലാമു അലൈക്കും യാ ഷഹ്ർ റമളാൻ, റമളാനോട് സലാം പറഞ്ഞ് സങ്കടത്തോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിശുദ്ധ റമളാനെ സ്വീകരിക്കുന്നതിനും ആ റമളാന്റെ അമലുകളിലും നോമ്പനുഷ്ഠിക്കുന്നതിനും വല്ല വീഴ്ചകളും പ്രയാസങ്ങളും വന്നുപോയെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി അവസാനത്തെ റമളാനാക്കരുത് എന്ന നിയ്യത്തോടെ വിശുദ്ധ റമളാനിൽ വന്നുപോയ പോരായ്മകൾ പരിഹരിക്കാൻ ശാരീരികമായി ബന്ധപ്പെട്ട സക്കാത്ത്, ഫിത്ർ സക്കാത്ത്. സക്കാത്ത് എന്നതിൻ്റെ അർത്ഥം തന്നെ ശുദ്ധീകരിക്കുക, വളർത്തുക, അമലിനെ അള്ളാഹുവിലേക്ക് സ്വീകരിക്കുന്ന വിധത്തിൽ ഉയർത്താൻ ആ റമളാനുമായി ബന്ധപ്പെട്ട സക്കാത്ത് ഫിത്ർ സക്കാത്താണ്. രണ്ട് തരത്തിലുള്ള സക്കാത്ത് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടെങ്കിലും സമ്പത്തിൻ്റെ സക്കാത്ത് അതിൻ്റെ നിസാബ് എത്തുന്ന, അതിൻ്റെ അളവെത്തുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. റമളാനുമായി ബന്ധപ്പെട്ട സക്കാത്ത് റമളാൻ പൂർത്തീകരിച്ച് മാസപ്പിറവി കണ്ടതു മുതൽ എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് ഓരോ വ്യക്തിയും അവർ താമസിക്കുന്ന രാജ്യത്തുള്ള അവൻ്റെ നാട്ടിലുള്ള മുഖ്യ ധാന്യത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. ഒരു വ്യക്തിക്ക് ഒരു സാഴ് അഥവാ ഏകദേശം 3 കിലോയുടെ അടുത്തേക്ക് 2800, 2700 പല കണക്കുകൾ പല രീതിയിലും കാണുന്നുവെങ്കിലും തൂക്കം യഥാർത്ഥത്തിൽ കിതാബിൽ പറഞ്ഞിട്ടില്ല. ആ തൂക്കവുമായി ബന്ധപ്പെട്ടാണ് ഒരേ വ്യക്തിയുടെ ലേഖനത്തിൽ തന്നെ വ്യത്യസ്തമായ അളവുകൾ ഒരു പക്ഷേ കണ്ടെന്ന് വന്നേക്കാം. അരിയുടെ തൂക്കവും അരിയുടെ വലിപ്പവും അതിൻ്റെ വ്യത്യാസവും അനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ട് സാ ആണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. ഒരു സാ 4 മുദ്ദാണ് ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കേണ്ടത്. ആ ഒരു മുദ്ദ് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും പെരുന്നാളിൻ്റെ ദിവസവും അന്നത്തെ പകലും രാത്രിയും ആവശ്യമായവർക്കുള്ള ഭക്ഷണവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് ആവശ്യമായത് കഴിച്ച് മിച്ചമില്ലാത്ത ആളുകൾ ഇന്ന് തുലവും കുറവായിരിക്കും. അടിമയാണെങ്കിലും സ്വതന്ത്രനാണെങ്കിലും കുട്ടിയാണെങ്കിലും പുരുഷനും സ്ത്രീയും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ഫിത്ർ സക്കാത്ത് വിശുദ്ധ ഖുർആൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഫിത്ർ സക്കാത്തിൻ്റെ ഭക്ഷണം ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അത് റമളാൻ കഴിഞ്ഞ് ആ റമളാന്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ച കാര്യമാണ്. നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അത് അളന്ന് തിട്ടപ്പെടുത്തി നിയ്യത്ത് ചെയ്ത് അവകാശികളിലേക്ക് എത്തിക്കുക. പെരുന്നാളിൻ്റെ ദിനവും കഴിഞ്ഞ് പിഞ്ചിക്കൽ കറാഹത്തും കുറ്റകരവുമാണ്. അപ്പോൾ വിശുദ്ധ റമളാനിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ ഖദ്റിൽ നാം പ്രതീക്ഷയോടെ ദുആ ചെയ്ത് അവസാനത്തെ വെള്ളിയാഴ്ച സലാം പറയാലോടുകൂടി റമളാനുമായി വിട്ടുപിരിയാതെ അതിൻ്റെ മാസപ്പിറവി റമളാൻ അസ്തമിക്കുന്നത് വരെയും ഓരോ സെക്കൻഡുകളും പ്രധാനപ്പെട്ട സമയങ്ങളെ കാത്തിരുന്ന് പ്രതീക്ഷയോടെ വിശുദ്ധ ശവ്വാലിൻ്റെ മാസപ്പിറവി കാണാൻ കാത്തിരിക്കുകയും ആ പിറവി കണ്ടതു മുതൽ അള്ളാഹുവിൻ്റെ തക്ബീറുകളെ കൊണ്ട് മുഖരിതമാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കുകയും അങ്ങനെ വിശുദ്ധ റമളാൻ അതുകൊണ്ട് നേടിയെടുത്ത ആത്മവിശുദ്ധി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് തക്ബീറും തസ്ബീഹുമായി മോമിനീങ്ങൾ ഒരുമിച്ചൂടുകയാണ്. ആ ഫിത്ർ സക്കാത്താണ് റമളാനുമായി ബന്ധപ്പെട്ട സക്കാത്ത്. അല്ലാത്ത സക്കാത്തുകൾ മാലുകൾ അതാതിൻ്റെ അളവെത്തുന്ന സമയത്തും കൃത്യമായി കച്ചവടത്തിൻ്റേത് അതിൻ്റെ നിസാബ് എത്തുമ്പോഴുമാണ്. അപ്പം ശാരീരികമായി തനിക്കും മക്കൾക്കും ബന്ധപ്പെട്ട ആത്മീയമായ വല്ല പോരായ്മയും റമളാനുമായി ബന്ധപ്പെട്ടുള്ളത് പരിഹരിക്കാൻ ശരീരത്തിൻ്റെ സക്കാത്തായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ വിശുദ്ധ ഖുർആനും വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് പൂർണ്ണമായി കൊടുത്തു വീട്ടുകയും അള്ളാഹുവിനോട് അവസാന നിമിഷം വരെയും ദുആ ചെയ്ത് വിശുദ്ധ റമളാന് ശേഷം വരുന്ന നല്ലൊരു ഭാവിയിൽ ഐശ്വര്യത്തോടെ ഈമാനികമായ ചൈതന്യത്തോടെ നിലനിൽക്കാനുള്ള പ്രാർത്ഥനകളാണ് ഇനിയുള്ള സന്ദർഭങ്ങളിൽ നാം നടത്തേണ്ടത്. അതോടുകൂടി വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അതിൻ്റെ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും
അതിനുള്ള തയ്യാറെടുപ്പുകളുമാണ് മുഅ്മിനീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ർ സക്കാത്തും കൊടുത്ത് പരിശുദ്ധ റമളാൻ ഒരു പോരായ്മയുമില്ലാതെ നല്ല നിലക്ക് സലാം പറഞ്ഞ് യാത്രയാക്കി ആ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മയും ബന്ധപ്പെട്ട് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനത്തെ റമളാനാവാതെ ഒരുപാട് റമളാനുകളും ലൈലത്തുൽ ഖദ്റുകളും അനുഗ്രഹീതമായ നിലക്ക് അതിൽ സംബന്ധിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.